PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റാങ്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മൾ 2024 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് നോക്കിയാൽ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നോർവേ ആണ്. അതേപോലെ 2023 നോർവേ തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത്. ഏതിലാണ്? പ്രസ് ഫ്രീഡം ഇൻഡെക്സ്, പത്രസ്വാതന്ത്ര്യ സൂചികയിൽ നോർവേ തന്നെയാണ് കഴിഞ്ഞ വർഷം 2023 2024 ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നോർവേ ആണ്. ഇനി 2024 ഈ വർഷം 159 സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം 2023 അത് 161 സ്ഥാനത്തായിരുന്നു. അപ്പം 161 നിന്നും 3 സ്ഥാനം മെച്ചപ്പെടുത്തി 159 ഇന്ത്യ ഇപ്പം നിൽക്കുന്നത്. ഇത് 2022 ശരിക്കും 150 സ്ഥാനത്തായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇപ്പോൾ നിലവിൽ 2024 അതേപോലെ 2020 ഒന്നാം സ്ഥാനം നോർവേക്കും, 2024 ഇന്ത്യയുടെ സ്ഥാനം 189 2023 161 ഈ ഇൻഡെക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട സംഗതി, നമ്മളുടെ റാങ്കിങ്ങിൽ ഈ നമ്പർ കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തുന്നത്. 161 നിന്ന് 159 ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനം മെച്ചപ്പെടുക എന്നാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ 2022 ഭേദപ്പെട്ട ഒരു സ്ഥാനത്ത് പത്രസ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയിൽ നിന്നിരുന്നത് 150. അതിനുശേഷം 2023 ആയപ്പോൾ കുറച്ച് കൂടെ രാജ്യങ്ങൾക്ക് പിന്നിലേക്ക് പോവുകയാണ് നമ്മൾ ചെയ്തത്. അതിനുശേഷം ഇതാ 3 സ്ഥാനം മെച്ചപ്പെടുത്തി 2024 നമ്മൾ 159 തിരിച്ചെത്തിയിട്ടുണ്ട്. അടുത്തത് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് അഥവാ ലോക സന്തോഷ സൂചികയാണ്. അപ്പോൾ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്, ഈ റിപ്പോർട്ടിൽ ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് 2024 2023 ഫിൻലാൻഡ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഓർക്കുക, 2024 ഫിൻലൻഡാണ്, 2023 ഫിൻലൻഡാണ്. അതേപോലെ ഇന്ത്യയുടെ സ്ഥാനം അന്നും ഇന്നും കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒന്ന് തന്നെയാണ്, 126 സ്ഥാനത്താണ്. ഇത് ഒരുപക്ഷെ ചോദിക്കാൻ വളരെ സാധ്യതയുള്ളൊരു പോയിന്റാണ് ഇത്. അതൊന്ന് നോട്ട് ചെയ്തോളുക. പഠിക്കാനിപ്പോൾ എളുപ്പമാണ്. 2024 2023 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. അന്നും ഇന്നും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലാൻഡ് തന്നെയാണ്. അതുകൊണ്ട് ഇത് പഠിക്കാൻ എളുപ്പമായിരിക്കും. എവിടെയെങ്കിലും നോട്ട് ചെയ്യുക, ഇത് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ 2022 പറയാനാണെങ്കിൽ അന്ന് 136 സ്ഥാനത്തായിരുന്നു 2022. അതെന്തായാലും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 2022 136 സ്ഥാനത്ത് നിന്നും 126 വരാൻ വേണ്ടിയിട്ട്, അതല്ലേ 10 സ്ഥാനം മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ലോക സന്തോഷ സൂചികയിൽ. ഓക്കെ, അടുത്തത് ഇലക്ടറൽ ഡെമോക്രസി ഇൻഡെക്സ് ആണ്. അതിൽ ഒന്നാം സ്ഥാനത്ത് ഡെൻമാർക്കാണ്. 2024 2023 നോക്കിയാലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡെൻമാർക്ക് തന്നെയാണ്. ഇനി 2024 ഈ ഇലക്ടറൽ ഡെമോക്രസി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 110. അത് 2023 108 ആയിരുന്നു അല്ലെ. ഇവിടെ പറയാനാണ് 2023 108 സ്ഥാനത്തുണ്ടായിരുന്നത്, അല്ലെ 2 രാജ്യങ്ങൾ കൂടി കവർ ചെയ്ത് 110 പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇലക്ടറൽ ഡെമോക്രസി ഇൻഡെക്സിൽ ഇപ്പോൾ 2024 ഡെൻമാർക്കാണ് ഒന്നാം സ്ഥാനത്ത്, അല്ലെ. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 110. അത് കഴിഞ്ഞ വർഷം 2023 ഒന്നാം സ്ഥാനത്ത് ഡെൻമാർക്ക് തന്നെയായിരുന്നു. അന്ന് ഇന്ത്യയുടെ സ്ഥാനം 108 ആയിരുന്നു. ഇനി അടുത്ത ഒരു ഇൻഡെക്സ് നോക്കാം, ഷാൻഡ്ലർ ഗുഡ് ഗവൺമെന്റ് ഇൻഡെക്സ്. ഇതിൽ സിംഗപ്പൂർ തന്നെയാണ്. 2023 ആണെങ്കിലും 2024 ആണെങ്കിലും സിംഗപ്പൂർ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. 2024 ഇന്ത്യയുടെ സ്ഥാനം 69 ആണ്. 2023 അത് 61 ആയിരുന്നു. അപ്പോൾ 61 ആയിരുന്ന 2023 61 സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഇപ്പൊ എത്രയും സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു? 69 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഷാൻഡ്ലർ ഗുഡ് ഗവൺമെന്റ് ഇൻഡെക്സിലാണ് ഈ പറയുന്ന കാര്യം സംഭവിച്ചത്. ഇനി അടുത്തൊരു ഇൻഡെക്സ് നോക്കുക, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ആണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഒക്കെ ചോദിക്കാറുണ്ട്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇപ്പോൾ നിലവിൽ 2024 ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സിംഗപ്പൂർ ആണ്. 2023 ജപ്പാൻ ആയിരുന്നു. നോക്കുക, 2024 സിംഗപ്പൂർ ആണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇന്ത്യയുടെ സ്ഥാനം 82 ആണ്. ഇന്ത്യയുടെ സ്ഥാനം അത് കഴിഞ്ഞ വർഷം നോക്കാനാണെങ്കിൽ 2024 ജപ്പാൻ ആയിരുന്നു ഒന്നാം സ്ഥാനത്ത്. അന്ന് ഇന്ത്യയുടെ സ്ഥാനം 84 ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനാണെങ്കിൽ 2 സ്ഥാനം മെച്ചപ്പെട്ടു എന്ന് പറയാം. കാരണം കഴിഞ്ഞ വർഷം 84 സ്ഥാനത്ത് നിന്നിരുന്ന ഇന്ത്യ ഈ വർഷം 82 വന്നിട്ടുണ്ട് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ, അല്ലെ. 84 നിന്നും 82 വന്നു. അപ്പോൾ ഈ സൂചികയിൽ ഏറ്റവും കുറഞ്ഞു വരുന്നത് മെച്ചപ്പെട്ട സ്ഥാനം മെച്ചപ്പെട്ടു എന്നാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷം 84 നിന്നിരുന്ന ഇന്ത്യ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 2024 ആയപ്പോൾ 82 വന്നു, അല്ലെ. കഴിഞ്ഞ വർഷം ജപ്പാൻ ആയിരുന്നു ഒന്നാം സ്ഥാനത്തെങ്കിൽ ഈ വർഷം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ സിംഗപ്പൂരാണ് ഒന്നാം സ്ഥാനത്ത് കാണുന്നത്, അല്ലെ. ഇനി അടുത്ത ഒരെണ്ണം നോക്കുക, ഗ്ലോബൽ പീസ് ഇൻഡെക്സ്,
അല്ലെ. ലോക സമാധാന സൂചികയിൽ ശരിക്കും 2024ലും 2023ലും ഐസ്ലൻഡ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ലോക സമാധാന സൂചികയിൽ ഐസ്ലൻഡ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് 2024 ആണെങ്കിലും 2023 ആണെങ്കിലും നിൽക്കുന്നത്. അല്ല, 2022 നോക്കാം. 2022ൽ 135 സ്ഥാനത്തായിരുന്നു ലോക സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം, അല്ലെ. 135 ആയിരുന്നു 2022. അത് 2023 ആയപ്പോഴത്തേക്കും 126 ആയിട്ട് കുറഞ്ഞു. അതായത് സ്ഥാനം നമ്മുടെ മെച്ചപ്പെട്ടു എന്ന് പറയാം, അല്ലെ. 135ൽ കിടന്നിരുന്ന ഇന്ത്യ 126ലേക്ക് വന്നു. അപ്പൊ അത്രയും സ്ഥാനം മെച്ചപ്പെട്ടു സമാധാനത്തിന്റെ കാര്യത്തിൽ. ഇപ്പൊ നോക്കിയാൽ 2024 ആയപ്പോൾ പിന്നെയും സമാധാനത്തിന്റെ കാര്യത്തിൽ കുറേയധികം സ്ഥാനം മെച്ചപ്പെട്ടു, അല്ലെ. 10 സ്ഥാനം മെച്ചപ്പെട്ടു നമ്മൾ പിന്നെയും 116ലേക്ക് വന്നു. അപ്പൊ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക, സമാധാനത്തിന്റെ കാര്യത്തിൽ നമ്മൾ എവിടെ നിന്നും വന്നു? 2022ൽ നിന്ന് ഒത്തിരി സ്ഥാനം മെച്ചപ്പെട്ടിട്ടുണ്ട്. 2022 135 സ്ഥാനത്ത് നിന്നിരുന്ന ഇന്ത്യ, അല്ലെ, 2024 ആയപ്പോഴത്തേക്കും 116ലേക്ക് വന്നു, അല്ലെ. അത്രയും സ്ഥാനം മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഓർത്തിരിക്കുക, ഗ്ലോബൽ പീസ് ഇൻഡെക്സ്, ലോക സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് 2024ലും 2023ലും ഐസ്ലാൻഡ്. ഇന്ത്യ 2024 116ലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 126 ആയിരുന്നു, 10 സ്ഥാനം മെച്ചപ്പെടുത്തി. അടുത്തത് വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ് ആണ്, അല്ലെ. വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സിൽ ഇപ്പോൾ 2024 ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സിംഗപ്പൂരാണ്. ഇന്ത്യയുടെ സ്ഥാനം 39ആണ്. കഴിഞ്ഞ വർഷം അത് 40 ആയിരുന്നു. അന്ന് ഒന്നാം സ്ഥാനത്ത് ഡെൻമാർക്ക് ആയിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് മെച്ചപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സിൽ 40 കഴിഞ്ഞ വർഷം 2023ൽ 40ാം സ്ഥാനത്ത് നിന്നിരുന്ന ഇന്ത്യ ഇപ്പോൾ 39ലേക്ക് വന്നിട്ടുണ്ട്. ഒരു സ്ഥാനം മെച്ചപ്പെട്ടിട്ടുണ്ട് വേൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഡെക്സിൽ. അപ്പോൾ കഴിഞ്ഞ വർഷം ഡെൻമാർക്ക് ആയിരുന്നു ഒന്നാം സ്ഥാനത്ത്. ഇപ്പോൾ ഈ വർഷം അത് സിംഗപ്പൂരാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അടുത്തൊരു പോയിന്റ് നോക്കുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഫിൻലൻഡ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. നമ്മൾ ഫിൻലൻഡ് വേറെ എവിടെയോ പഠിച്ചല്ലോ, എവിടെയാണെന്ന് ഓർക്കുന്നുണ്ടോ? അത് ഓർക്കുന്നവരൊന്ന് കമന്റ് ചെയ്യുക. ഫിൻലൻഡ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എവിടെയാണെന്ന് തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു, കാരണം ഞാനത് നോട്ട് ചെയ്യാനും പറഞ്ഞിരുന്നു. അത് ഓർക്കുന്നവരൊന്ന് കമന്റ് ചെയ്യുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിലും ഫിൻലാൻഡ് തന്നെയാണ് 2023 ആണെങ്കിലും 2024 ആണെങ്കിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അല്ലെ, സുസ്ഥിര വികസന സൂചിക എന്നൊക്കെ പറയാം. ഈ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലൻഡ് തന്നെയാണ്, അല്ലെ. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം നോക്കാനാണെങ്കിൽ അത് 2022ൽ 121ൽ നിന്നിരുന്നതായിരുന്നു. 2022ൽ 121, അത് 2023 ആയപ്പോൾ 112ലേക്ക് മെച്ചപ്പെട്ടു, അല്ലെ. 121ൽ നിന്നും 112ലേക്ക് എത്തി. അവിടെ നിന്നും 109ലേക്ക് എത്തി, അല്ലെ. അതായത് സുസ്ഥിര വികസന സൂചികയിലും ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെട്ടിരിക്കുകയാണ്, അല്ലെ. 2022ൽ 121ൽ നിന്നിരുന്ന സ്ഥാനം 2009 ആയപ്പോഴത്തേക്കും 109ലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ആണ്. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്, ഈ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് 2024 ആണെങ്കിലും 2023 ആണെങ്കിലും സ്വീഡൻ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്, അല്ലെ. അത് നമുക്ക് 2022ലെ റിപ്പോർട്ടിൽ നോക്കിയാൽ 2022ൽ 87ലായിരുന്നു ഇന്ത്യ നിന്നിരുന്നത്. അതായത് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ 2022ൽ 87ലായിരുന്നു ഇന്ത്യ നിന്നിരുന്നത്. അവിടെ നിന്നും, അല്ലെ, ഏകദേശം 20 സ്ഥാനം മെച്ചപ്പെടുത്തി 2023 ആയപ്പോൾ 67ലേക്ക് എത്താൻ കഴിഞ്ഞു. അവിടെ നിന്നും പിന്നെയും നമ്മൾ 4 സ്ഥാനം മെച്ചപ്പെടുത്തി ഇപ്പൊ എവിടെ എത്തി? 63ലേക്ക് എത്തി, അല്ലെ. ഇങ്ങനെ കുറഞ്ഞു പോയാൽ നമ്മൾ ഒന്നാം സ്ഥാനത്തെത്തും. അപ്പൊ നിങ്ങൾക്ക് ഐഡിയ പിടികിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇപ്പോൾ നിലവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം സ്വീഡനാണ്. 2024 ആണെങ്കിലും 2023 ആണെങ്കിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്വീഡനാണ്. ഇന്ത്യ എങ്ങനെയാണ്? ഇന്ത്യ മെച്ചപ്പെട്ട് വരികയാണ്, അല്ലേ. 2022ൽ 87ൽ നിന്നും അത് 67ലേക്ക് 2023 ഇപ്പോൾ എത്തി. 2023ൽ നിന്നും 4 സ്ഥാനം മെച്ചപ്പെടുത്തി 63ലേക്ക് എത്തി, അല്ലേ. ഇനി ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, അല്ലേ. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ നോക്കുക, അന്നും ഇന്നും ഐസ്ലാൻഡ് ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2024ലും 2023ലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ഐസ്ലാൻഡ് ആണ്. ഇനി ഇവിടെ നോക്കുക, ലോക ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ നോക്കുക, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 2022ൽ 135 സ്ഥാനത്തായിരുന്നു ഇന്ത്യ. അവിടെ നിന്നും 127ലേക്ക് എത്തി. ഏകദേശം 8 സ്ഥാനം മെച്ചപ്പെടുത്തി 127ലേക്ക് വന്നു ഇന്ത്യ. അവിടെ നിന്നും പക്ഷേ ഈ വർഷം എത്തിയപ്പോൾ പിന്നെയും നമ്മൾ 2 സ്ഥാനം പിന്നിലേക്ക് പോയി. 127 കഴിഞ്ഞു, പിന്നെയും നമ്മൾ പിന്നിലേക്ക് പോയിട്ടുണ്ട്. അതെവിടെയാ? ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ നമ്മൾ അല്പം 2 സ്ഥാനം നമ്മൾ പിന്നിലേക്ക് പോയിട്ടുണ്ട് കഴിഞ്ഞ
കഴിഞ്ഞ വർഷത്തേക്കാൾ പിന്നിലേക്ക് പോയിട്ടുണ്ട്. എങ്കിലും 2022 സംബന്ധിച്ച് എന്താണ് മെച്ചപ്പെട്ട സ്ഥാനമാണ്. എങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2 പോയിട്ടുണ്ട്. 2022 135 സ്ഥാനത്തായിരുന്നു ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലെങ്കിൽ 2023 എത്തിയപ്പോൾ 127 വരാൻ കഴിഞ്ഞു അല്ലെ. പക്ഷെ 2024 എത്തിയപ്പോഴത്തേക്കും 2 സ്ഥാനം കൂടെ പിന്നേക്ക് പോയി, 129 പോയി. അപ്പോൾ അന്നും 2024-23 ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഐസ്ലൻഡ് തന്നെയാണ്. ഐസ്ലൻഡ് ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. എവിടെയാണെന്ന് ഓർക്കുന്നുണ്ടോ? അടുത്തത് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് ആണ് അല്ലെ. എക്കണോമിക് ഫ്രീഡം സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ സിംഗപ്പൂർ തന്നെയാണ് 2024-23 നിൽക്കുന്നത്. ഇത് സെയിം സാധനം എവിടെയോ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 126 സ്ഥാനത്ത് ഇന്ത്യ നിൽക്കുന്നു. കണ്ട, അതെവിടെയാണെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളിതൊന്ന് റിപ്പീറ്റ് അടിച്ച് കേട്ടാൽ മതിയാവും കേട്ടാ. കേട്ടിട്ട് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. ലോക സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ സിംഗപ്പൂരാണ് 2024-23 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2024-23 ഇന്ത്യയുടെ സ്ഥാനം എന്ത് തന്നെയാണ്? ഇന്ത്യയുടെ സ്ഥാനം 126 തന്നെയാണ്. സ്ഥാനം അതേ സ്ഥാനത്ത് തുടരുന്നു അല്ലെ. എവിടെയാണ്? ലോക സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ. അടുത്തത് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് നോക്കുക. 2024-ലും 2023-ലും USA തന്നെയാണ് 1ാം സ്ഥാനത്ത്. ഇന്ത്യയുടെ സ്ഥാനവും 2024-ലും 2023-ലും 4ാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ ഇതൊന്ന് നോട്ട് ചെയ്തോണേ. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് ഒന്ന് നോട്ട് ചെയ്തോളുക. അവിടെ ഇന്ത്യയുടെ സ്ഥാനം 2024-ലും 2023-ലും 4ാം സ്ഥാനത്ത് തന്നെയാണ്. 1ാം സ്ഥാനത്ത് USA തന്നെയാണ് തുടരുന്നത്. 1ാം സ്ഥാനത്ത് USA തന്നെയാണ് തുടരുന്നത്. അടുത്തൊരു ഇൻഡെക്സ് നോക്കാം. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് അല്ലെ. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ ഇപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബുർക്കിനോ ഫാസോയാണ്. ബുർക്കിനോ ഫാസോ. ഇന്ത്യയുടെ സ്ഥാനം 14ആണ്. കഴിഞ്ഞ വർഷം 2023 അഫ്ഗാനിസ്ഥാൻ ആയിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 13 ആയിരുന്നു. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിൽ 2024 1ാം സ്ഥാനത്ത് USA ആണ്. ഇന്ത്യ 42ാം സ്ഥാനത്താണ്. കഴിഞ്ഞ വർഷം അതേപോലെ USA ആയിരുന്നു. ഇന്ത്യ 42ാം സ്ഥാനത്ത് തന്നെയാണ്. അതേപോലെ 2022 ശരിക്കും 43ാം സ്ഥാനത്തായിരുന്നു അല്ലെ. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിൽ നമ്മൾ കുറഞ്ഞു വരുന്നതാണ് നല്ലത്. അങ്ങനെ നോക്കുമ്പോൾ 2022 43ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, അതായത് ബൗദ്ധിക സ്വത്തവകാശ സൂചിക പറയാം അല്ലെ. അതിൽ 42ാം സ്ഥാനത്തേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിഞ്ഞു 2023. തുടർന്ന് 42ാം സ്ഥാനം 2024 നിലനിർത്തി അല്ലെ. ഇത് കുറഞ്ഞു വരുന്നതാണ് നല്ലത്. അടുത്തത് UN മാനവ വികസന സൂചികയാണ്. ഇതിൽ 2023 സ്വിറ്റ്സർലൻഡ് ആണ്. അന്ന് 2023 ഇന്ത്യയുടെ സ്ഥാനം 134 തന്നെയാണ്. ഇത് നമ്മൾ ഇതിന് തൊട്ട് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലോകം എന്ന് പറയുന്നതിലെ കറണ്ട് അഫയേഴ്സിൽ അതിൽ പറയുന്നുണ്ട്. ആ PSC ബുള്ളറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134 അത് 2022 എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2022 അതേ സൂചികയിൽ സ്വിറ്റ്സർലൻഡ് ആയിരുന്നു 1ാം സ്ഥാനത്ത്. അത് തന്നെയാണ് ഇപ്പോൾ 2023 സെയിം ആണ്. അതായത് 2023 1ാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡും 134 സ്ഥാനത്ത് ഇന്ത്യയുമാണ്. ഇത് തന്നെയായിരുന്നു 2022 സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതിന് തൊട്ട് മുമ്പുള്ള കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട് സ്പോർട്സ് എന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ അതുകൂടി കാണുക. അതിൽ ഓൾറെഡി പറയുന്നുണ്ട്. 2024-ലെയും 2023-ലെയും UN മാനവ വികസന സൂചിക ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് എക്സാമിന് പോവുക. അടുത്തത് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ആണ്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ 2024 ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. അതേപോലെ 1ാം സ്ഥാനത്താരെന്ന് കൊടുത്തിട്ടില്ല. ഡെൻമാർക്കാണ് 2023 1ാം സ്ഥാനത്ത് നിന്നിരുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നിന്നിരുന്നത് ഡെൻമാർക്കാണ്. അന്ന് ഇന്ത്യയുടെ സ്ഥാനം 8 ആയിരുന്നു ക്ലൈമറ്റ് ചേഞ്ചിൽ. അടുത്ത ഒരു പോയിന്റ് നോക്കുക. ഇൻക്ലൂസീവ് ഇന്റർനെറ്റ് ഇൻഡെക്സിൽ പ്രത്യേകിച്ച് 2022 വിവരം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അന്ന് 50ാം സ്ഥാനത്തായിരുന്നു. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2023 അല്ലെ. 2023 സ്വിറ്റ്സർലൻഡ് തന്നെയാണ്. ഇന്ത്യ ആ സമയത്ത് 40ാം സ്ഥാനത്താണ്. 2023 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 2023 സ്വിറ്റ്സർലൻഡ് 1ാം സ്ഥാനത്തും ഇന്ത്യ 40ാം സ്ഥാനത്തുമാണ്. ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് LPI 2023 സിംഗപ്പൂരാണ് 1ാം സ്ഥാനത്ത്. ഇന്ത്യ 38ാം സ്ഥാനത്താണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ റാങ്കിങ്ങിൽ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളിത് പഠിക്കുക. ഇതിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ലോക സന്തോഷ സൂചിക, സമാധാന സൂചിക, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ. ഓൾ ദി ബെസ്റ്റ്.